തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന വി ഡി ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, എം ഹസൻ, കെ സി ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ വി ഡി സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. എം വിൻസെന്റ് MLA ആണ് വി ഡി സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം കെ സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം കെ സി പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, ടി സിദ്ദിഖ്, റോജി M ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ കെ സി വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കെ മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഇത് ഒരു വലിയ നീക്കമാണ്. വി ഡി സതീശനും ഷാഫിയും തമ്മിൽ അകലുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നീക്കം. കാരണം ഇരുവരും ചേർന്ന ഒരു ചേരിയാണല്ലോ സമീപകാലത്ത് കോൺഗ്രസിലെ തന്ത്രപ്രധാന നീക്കങ്ങളുടെ ചുക്കാൻ പിടിച്ചത്. പക്ഷേ പുതിയ വിവാദത്തോടെ അകൽച്ച ഉണ്ടാകുമ്പോൾ പഴയ എ ഗ്രൂപ്പിൻ്റെ നീക്കം എന്താണ്? ഷാഫിയും രാഹുലും ഒക്കെ അതിൻ്റെ കൂടെ ചേരുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നത്. നമുക്ക് ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ അവിടെ തൊട്ട് ഏതാണ്ട് 17 വർഷത്തോളം തുടർച്ചയായി കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ടിന് ഉലച്ചിൽ സംഭവിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടാകുന്നു. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും താൽപര്യങ്ങൾ മറികടന്നുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിലിന്റെ പിന്തുണ വി ഡി സതീശന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് സംസ്ഥാനത്ത് 2021 മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ ഒരു ത്രയങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്നിച്ച് തന്നെയാണ് പാർട്ടിയെ കൃത്യമായി നയിച്ചിരുന്നത്. കൃത്യമായി പാർട്ടി പ്രചാരണങ്ങൾക്കടക്കം, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക്, ഉപതെരഞ്ഞെടുപ്പുകൾക്കടക്കം നേതൃത്വം നൽകുന്നതിൽ ഈ മൂവരും ഒറ്റക്കെട്ടായിരുന്നു. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ PV അൻവറിനെ വസതിയിൽ സന്ദർശിക്കാനായി രാഹുൽ മാങ്കൂട്ടം നടത്തിയ നീക്കം പരസ്യമായതിന് പിന്നാലെയാണ് അവർക്കിടയിലെ ഭിന്നത മറനീക്കി തുടങ്ങിയത്. പരസ്യമായി അതിരൂക്ഷ വിമർശനവുമായി വി ഡി സതീശൻ രംഗത്തെത്തിയതോടെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് എന്ന വിവരങ്ങൾ, അഭ്യൂഹങ്ങളൊക്കെ സാധാരണ പ്രവർത്തകരോ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള നേതാക്കളോ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിവാദങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചത് പാർട്ടി താൽപര്യത്തിന് വിരുദ്ധമായിട്ടാണെന്ന പരസ്യ നിലപാടെടുത്ത് വി ഡി സതീശൻ രംഗത്തെത്തുന്നത്. അവിടെയാണ് വി ഡി സതീശൻ രൂക്ഷമായ വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുകയും വ്യക്തിപരമായി അദ്ദേഹത്തിന് അമർഷം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ത്രയങ്ങൾക്കിടയിൽ വിള്ളൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് കടക്കുന്ന സാഹചര്യമായിരുന്നു. അതാണ് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ വി ഡി സതീശൻ സ്വീകരിച്ച കർശനമായ നിലപാട്. അദ്ദേഹത്തെ ഒരു വിഭാഗത്തിന് അനഭിമതനാക്കിയെങ്കിലും പാർട്ടിയിൽ ഒരു വശത്ത് അദ്ദേഹം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയെങ്കിലും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ പൂർണ്ണമായി വി ഡി സതീശനിൽ നിന്ന് അകറ്റിയത്. അങ്ങനെയാണ് എ ഗ്രൂപ്പ് വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർക്കണമെന്ന അഭിപ്രായവുമായി ഷാഫി പറമ്പിൽ അദ്ദേഹത്തോടൊപ്പം എ ഗ്രൂപ്പിലെ മറ്റ് നേതാക്കളൊക്കെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ
KC പക്ഷത്താണ് നിയമസഭാംഗങ്ങളിൽ ഏറെയും. രമേശ് ചെന്നിത്തലയാകട്ടെ അടൂർ പ്രകാശ്, കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം രാഹുലിന് പ്രതിരോധം തീർക്കാനെന്ന പേരിൽ തുടക്കമിട്ട എ ഗ്രൂപ്പിന്റെ ശക്തിയാർജിക്കൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോർമേഷനായി തന്നെ മാറുകയാണ്. അങ്ങനെ സമാനതകളില്ലാത്ത ഗ്രൂപ്പ് മാറ്റങ്ങൾക്കാണ് രാഹുൽ മാങ്കൂട്ടം വിവാദം കോൺഗ്രസിനുള്ളിൽ വഴി തുറന്നിരിക്കുന്നത്. ഡാൻ, ഈ വി ഡി സതീശൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ? കാരണം ഒരു നേതാവിനെ സംരക്ഷിക്കാൻ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യത തന്നെ ഇല്ലാതാക്കണോ എന്ന ചോദ്യമാണ് സതീശന്റെ മനസ്സിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സതീശൻ അതേ നിലപാടിൽ തന്നെയാണോ? ആ ഘട്ടത്തിൽ അത്തരമൊരു നിലപാടെടുത്തായേ മതിയാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ നിയമസഭയിൽ പിന്തുണയ്ക്കണമെന്ന് വാദിക്കുന്ന നേതാക്കൾക്കും എതിരാണോ വി ഡി സതീശൻ രാഹുലിനെതിരെ? അതായത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് കൃത്യമാണ് എന്ന് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതിന് കാരണം ഇതിന്റെ ആഘാതം എത്രയുമാണ്, ഇതിന്റെ കോൺസിക്വൻസസ് എത്രയാണ്, ഇത് ഏതൊക്കെ തലങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എന്നത് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുലിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം കൂടി മുന്നിട്ടിറങ്ങിയാൽ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. രാഷ്ട്രീയമായി UDF-നുണ്ടാകാൻ പോകുന്ന തിരിച്ചടി എത്ര വലുതായിരിക്കും എന്ന കാര്യത്തിൽ വി ഡി സതീശന് സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല. അത് വളരെ വൈകിയാണ് മുൻ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തല തിരിച്ചറിഞ്ഞത്. അവിടെയാണ് രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന ആദ്യം നിലപാടെടുത്ത രമേശ് ചെന്നിത്തല അടക്കം പിന്നെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഒരേ നിലപാടിലേക്ക് എത്തിയത് ഈ വിഷയത്തിന്റെ ഗൌരവം എത്രത്തോളമാണ് എന്ന് നേരിട്ട് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ്. അങ്ങനെയാണ് അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ പല മുതിർന്ന നേതാക്കളും നിലപാട് മയപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ സൈബർ ഇടങ്ങളിൽ രാഹുലിന് അനുകൂലമായ വലിയൊരു പ്രചാരണം നടക്കുന്നു എന്ന ഒരു കൺസേൺ നേതാക്കൾക്കുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായി ഉരുത്തിരിയുന്ന ഒരു അനുകൂല പ്രചാരണമല്ല. അതിനു പിന്നിൽ കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ട്, ഒരു പ്രൊഫഷണൽ ഇടപെടലുകൾ ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ സ്വീകരിച്ച നിലപാട് അത് കൃത്യമായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ഹൈക്കമാൻഡിനെ അടക്കം നേരത്തെ അറിയിച്ചതാണ്. അതോടൊപ്പം അന്ന് അങ്ങനെ ഒരു നിലപാട്, കാർക്കശ്യം നിറഞ്ഞൊരു നിലപാട്, അച്ചടക്ക നടപടി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ പാർട്ടി മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമായിരുന്നെന്നും അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരുമായിരുന്നു എന്ന നിലപാടിൽ വി ഡി സതീശൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ശരി ഡാൻ, തിരികെ വരാം. എൻ ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, നമുക്കൊപ്പം ചേരുന്നു. എൻ ശ്രീകുമാർ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിന് ശേഷം കോൺഗ്രസിൽ പുതിയ ചില ചേരിമാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ്. അതിൽ വി ഡി സതീശനും ഷാഫിയും തമ്മിലുള്ളൊരു അകൽച്ചയാണ്. കാരണം രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നപ്പോഴും അത് പാർട്ടി നടപടി തന്നെയാണ് ഉചിതം എന്ന നിലപാടിൽ സതീശൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസിലെ ഒരു അഭിപ്രായ വ്യത്യാസം അതിൽ പ്രകടമല്ലേ? നോക്കൂ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ട് അത് ഗ്രൂപ്പിന്റെ ശക്തീകരണമെന്നോ ചേരിതിരിവെന്നോ പറഞ്ഞാൽ